Hello friends, welcome to Asha's Creations. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യയിലുള്ള പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോ കാണുമ്പോൾ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ വെള്ളരിക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. വെള്ളരിക്കയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. ഇതിപ്പോൾ ഒരു കിലോയുടെ വെള്ളരിക്കയാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമാണ് ഈ പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഈ അരിഞ്ഞ് വെച്ചത് ഫ്രീസറിലായിട്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെള്ളരിക്ക കഷ്ണങ്ങൾ ഒരു മൺകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 പച്ചമുളകും കൂടി ചേർക്കാം. അതുപോലെ ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. ഇത് വെള്ളരിക്ക ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകരുത്, കറക്റ്റായിട്ട് വേവിച്ചെടുക്കുക. ഇനി വേണ്ടത് 1 കപ്പ് തൈരാണ്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഈ തൈരിലുള്ള കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് അടിച്ചെടുക്കുന്നത്. ഇനി ഇതൊരു ബൗളിലിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. 1 കപ്പ് എന്ന് പറയണത് ഈ ഒരു മുറി തേങ്ങയ്ക്കാണ് 1 കപ്പ് തേങ്ങ എന്ന് പറയണത്. അതുകൂടാതെ ഇത്രയും സാധനങ്ങൾ കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 2 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വളരെ ചെറിയ കഷ്ണം മതി, ഇഞ്ചി മതി. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തൈര് അടിച്ചെടുത്ത ആ സെയിം ജാറിൽ തന്നെയാണ് ഈ തേങ്ങയും അരച്ചെടുത്തത്. ഇപ്പോൾ ഈ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ജാറിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്ന തേങ്ങയൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് പോന്നോളും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തിള വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാടിട്ടിങ്ങനെ തിളപ്പിക്കരുത്. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ കുറച്ചുകൂടെ ഒന്ന് കൂടും. അപ്പോൾ ഇതൊന്ന് തിള കയറി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഈ തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. ഇനി ഇത് മൂടി അടച്ച് വയ്ക്കാം. ഇനി ഈ പുളിശ്ശേരി ഒന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണിത്. ചെറിയൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കൂടാതെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വറ്റൽമുളക് ഒന്ന് കീറിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ടിത് ഈ പുളിശ്ശേരിയിലിട്ട് ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇതിന് നല്ലൊരു കളറും കൂടെ കിട്ടും.
അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഈ പുളിശ്ശേരി ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.